ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ലവ് ലൈഫിൽ നെക്സ്റ്റ് 36 ഹവേഴ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന മുമ്പേ നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഓർക്കുക. ഇവിടെ ബ്ലെസ്സിങ്ങും വാർണിങ്ങും വന്നിട്ടുണ്ട്. ആദ്യം ബ്ലെസ്സിങ് പറയാം. ബ്ലെസ്സിങ് വന്നിരിക്കുന്നത് എന്നത് വെച്ചാൽ വരുന്ന 36 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കും, നീ എന്താ ഇത്രയും നേരം ഓൺലൈൻ, നീ ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോൾ ഓൺലൈൻ ആവുന്നു, എപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ആവുന്നു എല്ലാം അവർ ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ അവർ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യണം എന്ന് നോക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ ഓൾഡ് പോസ്റ്റ് പോലും ഇവർ പോയി ചെക്ക് ചെയ്യും. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പോസ്റ്റിന് ആരൊക്കെ എന്തൊക്കെ കമൻറ്റാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ. ദിവസം നിങ്ങളുടെ പോസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ മേൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ കണ്ണ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചില ആൾക്കാർ ഇല്ലേ, പോസ്റ്റ് വല്ലതും നിങ്ങളിട്ടാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ ഇവർ ഇന്ന് കണ്ണ് വയ്ക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലാണുള്ളത് എങ്കിൽ കൂടുതലായിട്ട് നിങ്ങളെ സംശയിക്കുന്നതായിട്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട്, നിങ്ങൾ ഓൺലൈനാണ് എങ്കിൽ, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളെ ഇവർ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ടൈം തരികയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സ്പൈ ചെയ്യുന്നതിലൂടെ അവർക്ക് നിങ്ങൾ എന്താണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, ഇതെല്ലാം അറിയാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ടൈം തരുന്നതാണ്. മുന്നേ ഇവർ അങ്ങനെയായിരുന്നു കാണത്തില്ല. നിങ്ങളുടെ സ്റ്റാറ്റസോ നിങ്ങളുടെ പോസ്റ്റോ അവിടെ കിടന്നാലും ഇവർ ലൈക്ക് ചെയ്യുകയോ നോക്കുകയോ ഇപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവർക്ക് ഇവരുടെ ലൈഫിൽ ബിസിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സമയം തരികയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ തമ്മിലുള്ള മാരേജ് നടക്കണമില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വല്ല അസുഖമാണെങ്കിൽ അത് ശരിയാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബാലൻസിലാകണം, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാവുന്നു, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നു. ഇവിടെ 36 ഹവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാരുടെയും മാരേജ് ഫിക്സ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാരേജ് റിലേറ്റഡുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വീട്ടിൽ സംസാരിച്ചിട്ട് അവർ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ വിളിച്ച് പറയുന്നതായിട്ട്. ഇവിടെ ചില ആൾക്കാർക്ക് നെക്സ്റ്റ് 36 ഹവേഴ്സിൽ സെലിബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡാണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കാം, നിങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കാം. ഇനി ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ് എങ്കിൽ നിങ്ങൾ പരസ്പരം അവിടെ വെച്ച് കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നതായിട്ട്, അങ്ങനെയുള്ള എനർജി. അതായത് നിങ്ങൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പരിപാടി എൻജോയ് ചെയ്യുക. ഇനി നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ട്രഡീഷണൽ ഡിഫറൻസ്, സ്റ്റാൻഡേർഡ് ഡിഫറൻസ്, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും 36 ഹവേഴ്സിനുള്ളിൽ. അതായത് വീട്ടുകാർ പറയും കുഴപ്പമില്ല, സമ്മതിക്കാം, ഇനിയിപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട എന്നൊക്കെ ഫാമിലി പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മാരേജ് നടക്കുന്നതായിട്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഈ ഒരു ഫേമസ് കാരണം ഇവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യങ്ങൾ പോലും 36 ഹവേഴ്സിൽ സോർട്ട് ഔട്ട് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വരാൻ പോകുന്ന 36 ഹവേഴ്സിൽ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകും നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾ കണക്ഷനാണ് എന്ന്. അങ്ങനെ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്തോ സർപ്രൈസ് തരുവാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ദൂരെയാണ് ഉള്ളത് എങ്കിൽ സഡനായിട്ട് ഇവർ നിങ്ങളോട് പറയുകയാണ്, ഞാൻ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. സഡനായിട്ടായിരിക്കും ഇത് പറയുന്നത്. ഇല്ല എങ്കിൽ ഇവർ വന്നിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നത്. ഇനി അവർ വേറെ സ്ഥലത്ത് നിങ്ങൾ വേറെ സ്ഥലത്തോ ആണ് താമസിക്കുന്നത് എങ്കിൽ അവർ പറയുകയാണ്, ഞാൻ നിൻ്റെ സ്ഥലത്ത് താമസിക്കാൻ വരികയാണ് എന്നൊക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് ബ്ലെസ്സിങ്. ഇനി നെഗറ്റീവായിട്ടുള്ള ഇത് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും, എൻ്റെ മേൽ ഫാമിലിയുടെ ഭയങ്കര പ്രഷറുണ്ട്, എനിക്ക് അറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന്, ഞാൻ വളരെയധികം വിഷമിക്കുകയാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട്. ഇവിടെ ഈ ഒരു പ്രഷർ കാരണം ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇവർ ചിലപ്പോൾ നിങ്ങളോടും സംസാരിക്കത്തില്ല, ഫാമിലിയോടും സംസാരിക്കത്തില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വരാൻ പോകുന്ന 36 അവേഴ്സിൽ ഇവർ നിങ്ങളോട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് തരും 36 അവേഴ്സിൽ, അതായത് ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ്. അതിനുള്ള കാരണം ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകും. അത് കാരണം ഇവർ പറയുകയാണ്, ആകപ്പാട് പ്രതീക്ഷ ആ ഒരു വ്യക്തിയായിരുന്നു, ആ വ്യക്തി മരിച്ചു, ഇനി എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ, അതുകൊണ്ട് നമുക്കും രണ്ടുപേർക്കും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയും. അവരുടെ ലൈഫിലെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയായിരിക്കാം മരിച്ചത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാത്തത് കാരണം അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേൽ വന്നു കാണും. ഒരു വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ഇവർ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് ലവ് മാരേജ് ചെയ്യാം, സെറ്റിൽ ആവാം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല എന്നാണ്. കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേലായത് കാരണം ഇവർ പറയുന്നത് എനിക്കിങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റത്തില്ല, വീട്ടിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം നടന്നിട്ട് എനിക്ക് ഒരിക്കലും സെൽഫിഷ് ആവാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ബന്ധം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയും. ഇവിടെ ഇവരുടെ കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഇവർക്കാണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. ഇനി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കാം. അതായത് നിങ്ങളുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ അമ്മായിച്ചൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാണും. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറഞ്ഞാണ് നമുക്ക് വേറെ താമസിച്ചാൽ എന്താ, അത് മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം ഓക്കെ ആയി വന്നപ്പോഴാണ് വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം നടന്നത്. അത് കാരണം നിങ്ങൾക്കിപ്പോൾ മാറി താമസിക്കാൻ പറ്റാതെ അവിടെ തന്നെ താമസിക്കേണ്ട അവസ്ഥ. കാരണം ഹസ്ബൻഡിനായിരിക്കാം ആ വീട്ടിൻ്റെ ചുമതലയെല്ലാം ഉള്ളതിപ്പോൾ. അതായത് എനിക്ക് എൻ്റെ കുടുംബത്തിനെ വിട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ കാണാൻ സാധിക്കുന്നു. ഇത് രണ്ടും അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ. ഇനി വരാൻ പോകുന്ന 36 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി പറയും നിങ്ങളെ മാരേജ് ചെയ്യാതെ അറേഞ്ച് മാരേജ് ചെയ്യാനായിട്ട്. അതായത് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളെ മാരേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണെ. ഇവിടെ നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു തേർഡ് പാർട്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിക്കും നിങ്ങളുടെ പേഴ്സണോട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മന്ദബുദ്ധി ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും. അതായത് 100% അവർ പറയുന്നത് വിശ്വസിക്കത്തില്ല, ഒരു 30% 40% അവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും 36 അവേഴ്സിൽ. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സംസാരം കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളും അവരും വഴക്കിടുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെയും കാട്ടി വിശ്വാസം തേർഡ് പാർട്ടി ആണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് 36 അവേഴ്സിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം റെസൊണേറ്റ് ആയാൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.